ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ ചന്തയിലൊക്കെ പോയ വഴിക്ക് മണിയമ്മയുടെ കടയിൽ നിന്ന് രാവിലെ അച്ഛന് ദോശയും ചമ്മന്തിയും കിട്ടി. പക്ഷെ അവിടെ കടലക്കറി തീർന്നു പോയതുകൊണ്ട് കടല കിട്ടിയില്ല. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ചന്തയിൽ രാവിലെ പോകാറുണ്ട്. അവിടെ നിന്നാണ് അത്യാവശ്യം മലക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാം. ചന്തയിൽ നിന്ന് പിന്നെ 1 കിലോ കണ്ണനയില, നമ്മുടെ നാട്ടിൽ കണ്ണനയില എന്നാണ് പറയുന്നത്, കറിവയ്ക്കൽ അതും മേടിച്ചു. പിന്നെ 3 അയില മീൻ വറക്കാനും മേടിച്ചു. ഇന്ന് നമ്മുടെ പുതിയ കലത്തിലാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത്. മീൻകറിയുടെ എല്ലാം റെഡിയാക്കി വെച്ചു. തേങ്ങ അരച്ച് നല്ല എരിവുള്ള മീൻകറിയാണ് കേട്ടോ. നല്ല മണമുള്ള എരിയൊക്കെയുള്ള നല്ല ഉണ്ടമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് ഒരു തോരനാണ്, മീൻ വറുത്തതുണ്ട്, ബീൻസും ചീരയും കൊണ്ടുള്ള തോരൻ. പിന്നെ അവിടെ ഇതിന് നാരങ്ങ മേടിച്ചു, വലിയ മുഴുത്ത നാരങ്ങ ആയിരുന്നു കേട്ടോ. അച്ഛനൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കൊടുത്തു. പിന്നെ ഉച്ചയ്ക്കുള്ള തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന അരപ്പെല്ലാം ചേർത്തു. ബീൻസും ചീരയും ചേർന്നുള്ള തോരൻ. ഉച്ചക്കച്ഛന് ചോറ്, മീൻകറി, തോരന്, മീൻ വറുത്തത്. ഇതാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള അച്ഛൻ്റെ ചാപ്പാട്. ഫ്രണ്ടിലോട്ട് ഇട്ടില്ല, നമുക്ക് ഇടാൻ പറ്റത്തില്ല. അടിപൊളി മീൻകറിയാണ് ഇന്ന് കേട്ടോ. മീൻകറിയുണ്ട്, തോരനും. നമ്മളിന്ന് വെച്ച ബീൻസാണ് കേട്ടോ. ബീൻസും ചീരയും കൂടെ തോരൻ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അയില വറുത്തതും കണ്ണനയില കറിയും മുരിങ്ങക്കോലുണ്ട്. എല്ലാം കൂടെ വെച്ച് നമ്മൾ കഴിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്, ചന്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചന്തയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള മേടിച്ചുകൊണ്ട് വന്നു. നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ എടുത്തത് പതിഞ്ഞില്ല. അച്ഛൻ്റെ വീഡിയോ നാരങ്ങ വെള്ളത്തിൻ്റെ എടുത്തില്ലേ? നാം നാരങ്ങ വെള്ളം കുടിക്കുന്ന എടുത്തില്ല അച്ഛൻ. അത് ഇതിനകത്ത് വന്നില്ല, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോട്ടാത്തലായിരുന്നു. നല്ല ഗംഭീരം പരിപാടിയായിരുന്നു കേട്ടോ. നല്ല വിജയമായിരുന്നു. നല്ല പ്രോഗ്രാമാണ്. തിരുവിതാംകൂർ ഹാസ്യകല, ഇന്നലെ കോട്ടാത്തല അവിടെ ആയിരുന്നു പരിപാടി. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അതിൻ്റെ വീഡിയോസ് ഇപ്പം ചെറുതായിട്ട് ഇടാൻ കേട്ടോ. കോട്ടാത്തല കിഴക്ക് കല്ലുവിള ദേവീക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം അരങ്ങേറിയത്. ഏകദേശം ഒരു 8:45 കൂടി ഞങ്ങളുടെ ഷോ ആരംഭിച്ചു. നല്ല ഓഡിയൻസ് ആയിരുന്നു. ഷോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സുഹൃത്ത് ഡിനുവാണ് എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചത്. മാജിക്കും അതുപോലെ തന്നെ സൂപ്പർ നാടൻപാട്ട്, അതുപോലെ തന്നെ സ്പോട്ട് ഡബ്ബിങ്, മിമിക്രി, ഫിഗർ ഷോ, ഗെയിം ഷോ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഗെയിം ഷോയ്ക്ക് 6 പേർക്ക് സമ്മാനം നൽകുകയുണ്ടായി. പിന്നെ ബിന്ദുജയുമായിട്ടുള്ള മിമിക്രി പെർഫോമൻസ് ഉണ്ടായിരുന്നു. ചെയിൻ സോങ്ങൊക്കെ സമയമായപ്പോഴത്തേക്കും എൻ്റെ സുഹൃത്ത് സജി പ്രോഗ്രാം കാണാനായിട്ട് ലേറ്റായിട്ടാണ് വന്നത്. സജിയായിട്ടും പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. നല്ല എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ കേരളത്തിലെ അംഗീകൃത പ്രോഗ്രാം ഏജൻസി വഴിയും ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാവുന്നതാണ്. തിരുവിതാംകൂർ ഹാസ്യകലയുടെ പ്രോഗ്രാമാണ്. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് അവിടെ തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഡിനുവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം ഗംഭീര വിജയമായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെ വന്നപ്പോൾ ഒരു 12:30-1 മണിയായി. ബൈജു വീട്ടിലുണ്ടായിരുന്നു. ബൈജു ഇപ്പം രാവിലെ വീട്ടിലോട്ട് പോയി, അവരുടെ വീട്ടിൽ പോയി. തോരനൊക്കെ എടുത്ത് വെച്ചോ, മീനൊക്കെ വെച്ചെടുത്തു. തോരനും മുരിങ്ങയൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. വറുത്ത മീനത്, ആ വറുത്ത മീൻ കഴിക്കണം. 2 ഉള്ളത്. ഈ കറി ഇങ്ങനെ എടുത്ത് കൊടുക്കണം. ഇത് അകത്തോട്ട് വെച്ചെല്ലാം കഴിക്കും. മീനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ അത് നല്ല കഴിച്ചോ, അത് കഴിച്ചോ. അല്ല അച്ഛൻ കഴിക്കണേ, അല്ല അച്ഛൻ കഴിക്കണത് കഴിക്കണം. വെച്ചാൽ പോലെ കഴിക്കണം. നല്ല കേട്ടോ. എല്ലായിടത്തും കഴിച്ചോട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുക.
ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഗംഭീര മഴയായിരുന്നു. ഇന്നിപ്പം നല്ല ചൂടുണ്ട്, മഴക്കോളുണ്ട്. അത് മീൻ അടിപൊളിയാ, കഴിച്ചു. ഇന്ന് ചന്തയിൽ പോയി മീനൊക്കെ മേടിച്ചു, മുളക്കറിയൊക്കെ മേടിച്ചു. ചന്തയിലാണ് ഞാൻ ഞായറാഴ്ച ഓടും പോയി മേടിക്കും, നല്ല ലാഭമാണ്. 4 കിലോ കിഴങ്ങ് 100 രൂപ, 4 കിലോ വെച്ച് നമുക്ക് അത്രയും വേണ്ടി വരത്തില്ല. നമ്മളൊരു 50 രൂപ വെച്ച് മേടിക്കും. 50 രൂപയുടെ കിഴങ്ങ്, 50 രൂപയുടെ സവാള, അത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കാണും, അല്ലെങ്കിൽ വേസ്റ്റ് ആയിരിക്കും. പിന്നെ ബീൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബീൻസ് കൊണ്ട് നമുക്ക് കാണാം. ഇന്നലത്തെ ചീര കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ ചീരയും ബീൻസും കൂടെയാണ് തോരൻ വെച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ, സൂപ്പറാണ്. ആരുടെ വെള്ളത്തിൽ നിന്ന് അതൊന്നും വീഴത്തില്ല, അത് കാന്തി ഇടണം വായിലോട്ട് വെച്ചിട്ട്. ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അച്ചെടുത്ത് മാറ്റും, അത് കഴിക്കത്തില്ല. ചില സമയത്ത് അടുത്തത് പല്ലാത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു അത് കഴിച്ചു നോക്ക്, നല്ല രുചിയാണ്. അതെടുത്തു രണ്ട് മരം മുടിച്ചായിരുന്നു അവിടെ അവിടെ അത് അന്ന് അടിച്ചതാണ്. ഇത് കണ്ടില്ലേ, ടെക്നിക്കോ അത് മീനെ വറുത്തത് ഇതുണ്ടോ, കൊള്ളത്തില്ലേ? ഇത് തന്നെ ഈ മീൻ ഇതൊക്കെ എടുത്ത് കഴിക്കും. മീൻ അത് കഴിക്കണം. മുള്ളൊക്കെ മാറ്റാം. എൻ്റെ അച്ഛനും ഇത് കഴിക്കണേ, മുള്ളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാന്താരി ഉണ്ടോ? അതാണ് മുരിങ്ങയ്ക്ക. കണ്ടാ ഇഷ്ടപ്പെട്ടില്ലേ? അത് കഴിക്കും, അതെല്ലാം എടുത്ത് കഴിക്കും. അതെ, മുരിങ്ങയൊക്കെ കഴിച്ചു. പല്ലിഞ്ഞ് ഊരി പോലെ, പല്ലൊന്നും ഇല്ല. പല്ലൊക്കെ കുറവാണ് കേട്ടോ. അടിപൊളി, അങ്ങനെ കഴിച്ചു. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഉച്ചക്കലത്തെ ചാപ്പാട് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ അച്ഛാ, കഴിക്കുക കേട്ടോ. ഓക്കെ, എല്ലായിടത്തും കഴിക്കണേ. ഓക്കെ ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ചാപ്പാട് കഴിഞ്ഞു, അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അച്ഛാ, ഓക്കെ ഓക്കെ, കഴിക്കുക കേട്ടോ. ശരി.